കെമിസ്ട്രി നിങ്ങൾക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നുണ്ടോ? എന്താണ് കെമിസ്ട്രിയിൽ ഇത്ര കെമിക്കൽ റിയാക്ഷൻസ്? ന്യൂമറിക്കൽസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകാം. എന്നാൽ മിസ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് കെമിസ്ട്രി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും എന്നതിനുള്ള കുറച്ച് സ്മാർട്ട് സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആദ്യം തന്നെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം എന്താണ് കെമിസ്ട്രിയിലെ മെയിൻ പ്രോബ്ലം എന്നത്, അല്ലേ? അപ്പൊ കെമിസ്ട്രിയിലെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ദർ ഇസ് ടു മെനി റിയാക്ഷൻസ് ടു റിമെമ്പർ. ഇപ്പൊ ഓർഗാനിക് കെമിസ്ട്രിയിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് റിയാക്ഷൻസ് എന്ത് ചെയ്യേണ്ടി വരും? മെമ്മറൈസ് ചെയ്യേണ്ടി വരും, അല്ലേ? അപ്പൊ അത് തന്നെയാണ് കുട്ടികൾ നേരിടുന്ന ഒരു ബിഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത് പറയാനാണെങ്കിൽ ഫിയർ ഓഫ് ന്യൂമെറിക്കൽസ്. നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രി ഏരിയയിലേക്ക് പോകുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഹയർ സെക്കൻഡറിയിൽ നോക്കുകയാണെങ്കിൽ തെർമോഡൈനാമിക്സ്, സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി പോലെയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിൽ ഒരുപാട് ന്യൂമെറിക്കൽസ് ഉണ്ട്, അല്ലേ? അപ്പൊ ന്യൂമെറിക്കൽസ് പല കുട്ടികൾക്കും എന്താണ്? പേടിയാണ്. സോ ദേ വിൽ ജസ്റ്റ് സ്കിപ്പ് ദ ന്യൂമെറിക്കൽസ് ആൻഡ് ജസ്റ്റ് ഗോ ത്രൂ ദ തിയറി പാർട്ട്. അപ്പൊ ഇതാണ് സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ലേൺ വിതൗട്ട് അണ്ടർസ്റ്റാൻഡിങ്. ഒരു ചാപ്റ്റർ ഒക്കെ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഇരുന്ന് വായിച്ച് അവർ പഠിക്കുന്നുണ്ടാകും. പക്ഷെ എന്താണ് ആ പഠിക്കുന്നത് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. വാട്ട് ഇറ്റ് മീൻസ് ഓർ വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കോൺസെപ്റ്റ് എന്നത് പല കുട്ടികൾക്കും എന്താണ്? അറിയത്തില്ല. സോ ലേണിംഗ് വിതൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ. അതൊരു വലിയൊരു പ്രോബ്ലമാണ് നമ്മുടെ CBSE സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ഇറഗുലർ റിവിഷൻ. നിങ്ങൾ ഇപ്പോൾ ഒരു ദിവസം ഒരു 10 മണിക്കൂർ ഒരു കോൺസെപ്റ്റ് പഠിച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് റിവൈസ് ചെയ്യാതെ ഒരു 1 or 2 months ശേഷം എക്സാം എഴുതാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ഓർമ്മയുണ്ടാകത്തില്ല. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നിങ്ങൾക്ക് ഒന്നും എഴുതാനും പറ്റത്തില്ല. ബിക്കോസ് ദർ ഇസ് നോ ഇന്നഫ് റിവിഷൻ ദെയർ. നമ്മൾ ഇന്നൊരു ടോപ്പിക് ഒരു 10 minute ആണ് പഠിച്ചതെങ്കിൽ മതി, ആ 10 minute മതി. ആൻഡ് ആഫ്റ്റർ 2 or 3 days നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 10 minute കൂടെ ആ സെയിം ടോപ്പിക്കിൽ ഇടുക. അങ്ങനെ നിങ്ങൾ റെഗുലർ ആയിട്ട് റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ എക്സാമിന് ശേഷവും അത് ഇനി എത്ര ഇയേഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും ആ കോൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ 4 പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ ഈസിലി ടാക്കിൾ ചെയ്യാം എന്നതിൻ്റെ കുറച്ച് സ്ട്രാറ്റജീസ് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റണം. അതായത് കെമിസ്ട്രി എന്ന് പറയുന്നത് ഇത് ലോജിക് ഗെയിം, അല്ലേ? അതൊരു ലോജിക് ഗെയിം ആണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് മെമ്മറൈസിങ് എവറിത്തിങ് വാട്ട് യു നീഡ് ടു ഡു ഇസ് ദാറ്റ് അണ്ടർസ്റ്റാൻഡ് ദ പാറ്റേൺ. പാറ്റേൺ എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിലെ കോൺസെപ്റ്റ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരുപാട് പ്രാവശ്യം വായിച്ച് ബൈ ഹാർട്ട് ചെയ്തല്ല നിങ്ങൾ പഠിക്കേണ്ടത്. സോ ഇൻസ്റ്റെഡ് ഓഫ് മെമ്മറൈസിങ് എവറിത്തിങ് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ പാറ്റേൺ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുകയാണ്. ആ റിയാക്ഷൻ നിങ്ങൾ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്തു എന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അല്ലേ? വാട്ട് യു നീഡ് ടു ഡു? യു നീഡ് ടു ആസ്ക് വൈ. അവിടെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. വൈ ദിസ് റിയാക്ഷൻ ഹാപ്പൻസ്? എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു റിയാക്ഷൻ നടന്നത്? അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച്, അല്ലേ? ചില കെമിക്കൽ റിയാക്ഷൻസിലൊക്കെ ചേഞ്ചസ്, കളർ ചേഞ്ചുകൾ നടക്കാറുണ്ട്, പുതിയ ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. സോ വൈ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അവിടെ ഇടുക. ആ ക്വസ്റ്റ്യന് നിങ്ങൾ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇനഫ്, അത് മതി നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് അവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ അവിടെ എന്തുണ്ട്? ഒരുപാട് ന്യൂമറിക്കൽസും കാര്യങ്ങളും ഉണ്ടല്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ന്യൂമറിക്കൽസിന് ഫോർമുലാസ് വേണം. ഫോർമുലാസ് നിങ്ങൾ എങ്ങനെ പഠിക്കണം? ഫോർമുലാസ് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ചില ഫോർമുലാസ് ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? അത് ഡിറൈവ് ചെയ്ത് 1-2 വട്ടം പഠിക്കുക. ആ ഡെറിവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ആ ഫോർമുലാസ് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ പോലും അറിയാതെ എന്തായിട്ടുണ്ടാകും? ബൈ ഹാർട്ട് ആയിട്ടുണ്ടാകും. സോ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക കെമിസ്ട്രീനെ അപ്രോച്ച് ചെയ്യുമ്പോൾ. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ NCERT ഷുഡ് ബി യുവർ ഫസ്റ്റ് അപ്രോച്ച്. അതായത് പല കുട്ടികളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ,
ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തു. ദേ വിൽ ഗോ ബിഹൈൻഡ് വാട്ട്, ഡിഫറെൻറ്റ് നോട്ട്സ് അല്ലേ, പല നോട്ട്സിന് പിന്നാലെയാണ് അവർ ഓടുന്നത്. ഷോർട്ട് നോട്ടുകൾ, PDF ആയിട്ട് അവർക്ക് കിട്ടുന്ന നോട്ട്സ്, പല പല സോഴ്സിൽ നിന്ന് കിട്ടുന്ന നോട്ട്സ്, ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് ചില ഗൈഡുകൾ അല്ലേ. ഒരുപാട് പൈസ മുടക്കി കുട്ടികൾ എന്ത് ചെയ്യും, പല പല സോഴ്സസിൽ നിന്നുള്ള ഗൈഡ്സ് വാങ്ങിക്കും. ആൻഡ് അവർ ഈ NCERT അങ്ങ് മാറ്റി വെക്കും. എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ NCERT ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. NCERT കീവേഡ്സ് ആണ് നിങ്ങൾ അറിയേണ്ടത്. കാരണം ബോർഡ് എക്സാമിന് പേപ്പർ ക്വസ്റ്റ്യൻസ് വരുന്നത് എവിടെ നിന്നാണ്, NCERT ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ നിങ്ങളുടെ ആ പ്രസൻറ്റേഷൻ വളരെ എഫക്റ്റീവ് ആകണമെങ്കിൽ, വളരെ എന്താ പറയുക, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ അതിൽ NCERT കീവേഡ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫസ്റ്റ് ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ NCERT വാങ്ങിച്ച് ഓരോ ചാപ്റ്റർ നിങ്ങൾ NCERT റെഫർ ചെയ്ത് പഠിക്കണം. ലൈൻ ബൈ ലൈൻ NCERT നിങ്ങൾ വായിക്കണം. ഓക്കെ, അല്ലാതെ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി പോകാന്നുള്ളതല്ല. ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ലൈൻ ബൈ ലൈൻ നിങ്ങൾ NCERT വായിക്കുക. നിങ്ങൾ തന്നെ ഒരു എഫേർട്ട് എടുക്കുക മക്കളെ. എന്നിട്ട് ലൈൻ ബൈ ലൈൻ NCERT വായിച്ച് അതിലെ കീ വേർഡ്സ് ഹൈലൈറ്റ് ചെയ്ത്, പറ്റുകയാണെങ്കിൽ സ്റ്റിക്കി നോട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്, ഫോർമുലാസ് ഒക്കെ എഴുതി ആ പേജിൽ തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച്, അങ്ങനെ നിങ്ങൾ NCERT മാക്സിമം യൂസ് ചെയ്യുക. NCERT എക്സാമ്പിൾസും അതുപോലെ തന്നെ ബാക്ക് എക്സസൈസ് പ്രോബ്ലംസും ഇത് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. എക്സാമിന് മുന്നേ നിങ്ങൾ ഒരു 2 വട്ടമെങ്കിലും ഈ എക്സാമ്പിൾസും എക്സസൈസും പഠിച്ചു എന്നുള്ള കാര്യം എന്ത് ചെയ്തിരിക്കണം, ഉറപ്പ് വരുത്തിയിരിക്കണം. സോ NCERT നിങ്ങൾ നന്നായി തന്നെ യൂസ് ചെയ്യുക. NCERT ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് ചെയ്യുക. ഹൈലൈറ്റ് ചെയ്ത NCERT കീവേഡ്സ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഫോർ ഷുവർ യു ക്യാൻ സ്കോർ 95% എബവ് ഫോർ കെമിസ്ട്രി. അത് മിസ്സിൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരുപാട് പൈസ മുടക്കി വേറെ വേറെ ഗൈഡുകളും നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഈ NCERT യൂസ് ചെയ്ത് നിങ്ങൾ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക മക്കളെ. നിങ്ങൾ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഒന്നും കൂടി ഈസിലി ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ NCERT ഷുഡ് ബി യുവർ ഫസ്റ്റ് അപ്രോച്ച്. അടുത്തത് ബിൽഡ് കോൺസെപ്റ്റ് മാപ്പ്. അതായത് നിങ്ങൾ ഒരു വട്ടം ഒരു ചാപ്റ്റർ നന്നായി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ ഒരു കോൺസെപ്റ്റ് മാപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ആൻഡ് ഇത് വേറെ ആരും ഉണ്ടാക്കി വെച്ച കോൺസെപ്റ്റ് മാപ്പ് അല്ല നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, വളരെ ബ്യൂട്ടിഫുള്ളി ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് മാപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഈ ഒരു പേജ് നോക്കിയാൽ തന്നെ ആ ചാപ്റ്റർ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, റിക്കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ആ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കോൺസെപ്റ്റ് മാപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ടൈപ്സ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്, പിന്നെ എന്താ, ഹൗ ഡസ് ഇറ്റ് വർക്ക്, പിന്നെ മെക്കാനിസം ഉണ്ടെങ്കിൽ അത്, വേറെ ആപ്ലിക്കേഷൻസ്, എക്സാമ്പിൾസ്, ഇതെല്ലാം ഇങ്ങനെ നിങ്ങളുടേതായ രീതിയിൽ നല്ല ക്രിയേറ്റീവ് ആയിട്ടൊരു കോൺസെപ്റ്റ് മാപ്പ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ കുറച്ച് കളർഫുള്ളായിട്ട് ചെയ്തോളാം അത്. ഓക്കെ, നല്ല ഡിഫറെൻറ്റ് കളേഴ്സിൽ ഹൈലൈറ്റ് ചെയ്തൊക്കെ ഒരു പേജിൽ കാര്യങ്ങളെല്ലാം വരുന്ന രീതിയിൽ ഒരു കോൺസെപ്റ്റ് മാപ്പ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. സോ ഇനി നിങ്ങൾ എന്ത് ചെയ്യരുത്, ചെന്ന് ഗൂഗിളിലും മറ്റ് സൈറ്റുകളിലും മൈൻഡ് മാപ്പ്, കോൺസെപ്റ്റ് മാപ്സ് ഒന്നും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാതെ നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യുക, ഒരു കോൺസെപ്റ്റ് മാപ്പ് അങ്ങ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട് ഇൻ ദ ജസ്റ്റ് ബിഫോർ ദ എക്സാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ ആ ചാപ്റ്റർ ഫുള്ള് നിങ്ങളുടെ മൈൻഡിൽ വരും. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. യെസ്, ഇനി അടുത്തൊരു കാര്യമാണ് സ്മാർട്ട് നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ബിഫോർ ദ എക്സാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇറ്റ് ഷുഡ് ബി സ്റ്റാർട്ടഡ് വാട്ട് വെരി ഏർലി. ഓക്കെ, വളരെ നേരത്തെ, അതായത് എന്താ പറയുക, നമ്മളൊരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പം ഇവിടെ മിസ് പറയാണ്, വേറെ ആരും ഉണ്ടാക്കിയ നോട്ടല്ല, നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങളുടേതായ രീതിയിൽ NCERT നോക്കി നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. അതായത് അതിന് ഒത്തിരി ടൈമൊന്നും എടുക്കില്ല അല്ലേ. ഒരു ദിവസം നിങ്ങളുടെ സ്കൂളിൽ ഒരു ടീച്ചർ 1-2 കോൺസെപ്റ്റ്സ് മാത്രമേ എടുക്കുന്നുണ്ടാകുള്ളൂ. ആ കോൺസെപ്റ്റിൻ്റെ നോട്ട് അന്ന് തന്നെ വന്ന് NCERT വായിച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ എൻഡ് ഓഫ് ദി അക്കാഡമിക് ഇയർ ഞാൻ പറയുന്നു, നിങ്ങളുടെ അടുത്ത് തന്നെയായിരിക്കും എന്ത്, ആ 95% ഓർ മോർ ദാൻ 95% എന്ന് പറയുന്ന ഒരു മാർക്ക്. ഇറ്റ് വിൽ ബി വെരി ക്ലോസ് ടു യു.
അപ്പോൾ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പല കുട്ടികളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണിത്. എന്ത് ചെയ്യും, NCERT ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പല എവിടെ നോക്കിയാണോ നോട്ട് എഴുതുന്നത് അത് അതുപോലെ അങ്ങ് പകർത്തി വെക്കും. അങ്ങനെ എഴുതിയതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല അല്ലേ? നമ്മൾ ഒരുപാട് എഴുതിയിട്ട് കാര്യമില്ല. ഒരു സ്ട്രക്ചർ ഇല്ലാതെ ഇങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. ബിക്കോസ് ഇങ്ങനെ ഒരുപാട് യു ആർ റൈറ്റിംഗ് ടു മച്ച് വിത്തൗട്ട് എനി സ്ട്രക്ചർ വാട്ട് ഹാപ്പൻസ്, നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നോട്ട് എഴുതേണ്ട ആവശ്യമില്ലല്ലോ, NCERT തന്നെ മതിയല്ലോ. എന്തിനാണ് നമ്മൾ നോട്ട് എഴുതുന്നത്? നമുക്ക് എളുപ്പത്തിൽ അത് പിന്നീട് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ നോട്ട്സ് എഴുതുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഇങ്ങനെ നിങ്ങൾ നോട്ട്സ് എഴുതണം. നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ ആ നോട്ടിൽ ഒരു ഫോർമുല ഷീറ്റ് ഉണ്ടായിരിക്കണം. ഒരു ചാപ്റ്റർ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ആ ചാപ്റ്ററിൽ ഫോർമുലാസ് ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ഫോർ ഫിസിക്കൽ കെമിസ്ട്രി ആൻഡ് ഓൾ വി ഹാവ് നമ്പർ ഓഫ് ഫോർമുലാസ് അല്ലേ? ആ ഫോർമുലാസ് എല്ലാം കൂടെ നിങ്ങൾ ഇങ്ങനെ ബ്യൂട്ടിഫുള്ളി എന്ത് ചെയ്യുക, എഴുതി വെക്കുക. പിന്നെ റിയാക്ഷൻ ചാർട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഇഫ് ഇൻഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ ഒരുപാട് എക്സെപ്ഷൻസ് നിങ്ങൾ പഠിക്കുന്നുണ്ടാകും. ആ എക്സെപ്ഷണൽ ലിസ്റ്റ് നിങ്ങൾ എഴുതുക. ഇതൊക്കെ ഓരോ ചാപ്റ്ററിനും നിങ്ങൾ എഴുതി വെക്കണം. അതുപോലെ തന്നെ ഒരു 1 പേജ് റിവിഷൻ നോട്ടും കൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇങ്ങനെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ബ്യൂട്ടിഫുള്ളി നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട്സ് എഴുതണം. സോ ഇനി എന്ത് ചെയ്യരുത്, ഇതുപോലെ നിങ്ങൾ നോട്ട്സ് എഴുതരുത്. യു ഷുഡ് ബി വാട്ട് വെരി ക്രിയേറ്റീവ് ഇൻ റൈറ്റിംഗ് നോട്ട്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്സ് എഴുതാന്നുള്ളതാണ്. സോ സ്മാർട്ട് നോട്ട് എന്ന് പറയുന്നത് എന്താണ്? ലെസ് റൈറ്റിംഗ് മോർ ലേണിംഗ്. വളരെ കുറച്ച് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അതിൽ നിന്ന് പക്ഷെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. നെക്സ്റ്റ്, അടുത്തത് 3R റിവിഷൻ മെത്തേഡ്. ഓക്കെ, 3R എന്ന് പറയുന്ന ഒരു ഗോൾഡൻ റൂൾ ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് റീഡ്, റീകോൾ, റിവൈസ്. നിങ്ങൾ പഠിക്കുമ്പോൾ ഈ 3R നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഫസ്റ്റത്തെ R എന്ന് പറയുന്നത് റീഡാണ് അല്ലേ? നമ്മൾ വായിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, കോൺസെപ്റ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മിസ് എപ്പോഴും പറയുക, നിങ്ങൾ NCERTയിൽ ഒരു പേജാണ് വായിക്കുന്നതെങ്കിൽ അത് 1 or 2 hours എടുത്തല്ല നിങ്ങൾ വായിക്കേണ്ടത്. 5 or 6 minutes ആ പേജ് നിങ്ങൾ വായിച്ച് തീർത്തിരിക്കണം. ആ പേജിലെ കോണ്ടന്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ടൈം ലിമിറ്റ് വെച്ച് നിങ്ങൾ ഓരോ പേജും വായിക്കുക, മനസ്സിലാക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വാട്ട് യു നീഡ് ടു ഡു, യു നീഡ് ടു റീകോൾ ദ തിങ്സ്. കണ്ണടച്ചിരുന്ന് നിങ്ങൾ വായിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൈൻഡിൽ റിക്കളക്ട് ചെയ്യുക. ഓക്കെ, ഏതെല്ലാം പോയിന്റ്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് ഓർമ്മ വരുന്നുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് നോക്കാം അല്ലേ? ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ദ ഫൈനൽ R is റിവൈസ് ആൻഡ് സ്ട്രെങ്തൻ. അപ്പം നിങ്ങൾ വായിച്ചു, നിങ്ങൾ റീകളക്ട് ചെയ്തു, ആൻഡ് ഫൈനലി ഇത് റിവൈസ് ചെയ്യുക. അന്ന് തന്നെ അല്ല റിവൈസ് ചെയ്യേണ്ടത്, ദ നെക്സ്റ്റ് ഡേ ഓർ അത് കഴിഞ്ഞിട്ട് എന്താ, ഒരു 2-3 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. എപ്പോഴും സ്പേസ്ഡ് റിപ്പറ്റീഷൻ ഈസ് ലോങ് ടേം റിട്ടൻഷൻ എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഓർത്തിരിക്കണം. ഓക്കെ, സ്പേസ്ഡ് ആയിട്ട്. അതായത് ഇപ്പം ഡേ 1 നിങ്ങളൊരു കോൺസെപ്റ്റ് വായിച്ചു, മനസ്സിലാക്കി, പഠിച്ചു. ഡേ 2 നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്ക് ഇല്ലാതെ ആ കാര്യങ്ങൾ റീകോൾ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പം അങ്ങനെ റീകോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ പല പോയിന്റ്സ് നിങ്ങൾക്ക് ഓർമ്മ വരില്ല. ആ ടൈമിൽ എന്ത് ചെയ്യുക, ബുക്ക് നോക്കി അത് ഏതൊക്കെ പോയിന്റ്സ് ആണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ആൻഡ് ഇൻ ദ 6th or 7th day വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ക്വിക്ക് റിവിഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാകും. അപ്പോൾ റീഡ്, റീകോൾ ആൻഡ് റിവൈസ് എന്ന് പറയുന്ന ഈ ഒരു 3 steps നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ കെമിസ്ട്രീനെ ഒരൊറ്റ സബ്ജക്റ്റ് ആയിട്ട് കാണരുത്. കെമിസ്ട്രിയിൽ എന്തുണ്ട്, 3 ബ്രാഞ്ചസ് ഉണ്ടല്ലേ? നമുക്കൊരു ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഇനോർഗാനിക് കെമിസ്ട്രി ഉണ്ട്. നിങ്ങളൊരു ഫിസിക്കൽ കെമിസ്ട്രീനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അതിൽ ഒരുപാട് ന്യൂമറിക്കൽസ് പഠിക്കാനുണ്ട് അല്ലേ? നമുക്ക് ഫോർമുലാസ് ഉണ്ട്, അത് വെച്ച് ന്യൂമറിക്കൽസ് ഒരുപാടുണ്ട്. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി പഠിക്കുമ്പോൾ നിങ്ങൾ ന്യൂമറിക്കൽസ് പ്രാക്ടീസ് ചെയ്യുക, ഫോർമുലാസ് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക, ആൻഡ് എല്ലാ ദിവസവും പ്രോബ്ലംസ് എന്ത് ചെയ്യുക, സോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാണ് ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. പക്ഷെ ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ അങ്ങനെയാണോ? അല്ല അല്ലേ? ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് കുറെ മെക്കാനിസംസ് മനസ്സിലാക്കാനുണ്ട്, അതുപോലെ തന്നെ റിയാക്ഷൻ പാറ്റേൺ മനസ്സിലാക്കണം. ആൻഡ് ഫൈനലി യു നീഡ് ടു പ്രാക്ടീസ് വാട്ട് കൺവേർഷൻസ്. നമുക്ക് എപ്പോഴും കൺവേർഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും എന്താ ചോദിക്കാറുണ്ട് അല്ലേ?
എപ്പോഴും കൺവേർഷൻസ്, അതായത് ഇപ്പോൾ ഒരു ആൽക്കഹോളിനെ നമ്മൾ എങ്ങനെ ആൽഡിഹൈഡ് ആക്കി മാറ്റും, ആ ഒരു കൺവേർഷൻ നമുക്ക് എന്താ വളരെ ക്ലിയർലി എന്തായിട്ടുണ്ടായിരിക്കണം, മനസ്സിലായിട്ടുണ്ടായിരിക്കണം. ബട്ട് ഇൻഓർഗാനിക്കിലേക്ക് വരുമ്പോൾ ഇതൊന്നുമല്ല കാര്യം. ഇൻഓർഗാനിക് എന്ന് പറയുന്നത് കുറച്ച് മെമ്മറൈസ് ചെയ്യാനുള്ള കാര്യങ്ങളുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റെഗുലർലി NCERT റിവൈസ് ചെയ്യണം. റെഗുലർലി എന്ത് ചെയ്യണം? NCERT റിവൈസ് ചെയ്യണം. ഓൾസോ യു നീഡ് ടു പ്രിപ്പയർ കമ്പാരിസൺ ടേബിൾസ് ആൻഡ് എക്സെപ്ഷൻസ് ഒക്കെ എടുത്ത് റിമെമ്പർ ചെയ്ത് വെക്കുക. ഓക്കെ, എക്സെപ്ഷൻ ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക? റിമെമ്പർ ചെയ്ത് വെക്കുക. അപ്പോൾ 3 ബ്രാഞ്ചസ് ഉണ്ട് കെമിസ്ട്രിയിൽ. ഇതിന് 3നും ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് എന്ത് ചെയ്യുക? എംപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. സോ വൺ സ്ട്രാറ്റജി വിൽ നോട്ട് വർക്ക് ഫോർ വാട്ട്? ഓൾ 3 ബ്രാഞ്ചസ്. മനസ്സിലായോ? യെസ്. ആൻഡ് ഫൈനലി എക്സാം ഫോക്കസ്ഡ് പ്രിപ്പറേഷൻ. നമ്മൾ എത്ര പഠിച്ചെന്ന് കഴിഞ്ഞാലും ആ എക്സാമിൻ്റെ ആ ഫ്യൂ അവേഴ്സ് അല്ലേ, 2 or 3 hours നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ. സോ നമ്മുടെ ഫൈനൽ പ്രിപ്പറേഷൻ ഷുഡ് ബി എക്സാം ഫോക്കസ്ഡ്. അതായത് NCERT നമ്മൾ റിവൈസ് ചെയ്യണം. ദെൻ ദ ഗോൾഡൻ തിങ് ഈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അതുപോലെ തന്നെ ബോർഡിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗങ്ങൾ ഏതാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ കളക്ട് ചെയ്യുക, അത് സോൾവ് ചെയ്യുക, അത് റിപ്പീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? സോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുക. സാമ്പിൾ പേപ്പേഴ്സ് അല്ലേ, ഫുൾ ലെങ്ത് സാമ്പിൾ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ എക്സാമിന് മുന്നേ 1 or 2 സാമ്പിൾ പേപ്പേഴ്സ് നിങ്ങൾ ആ ഒരു ടൈം ലിമിറ്റ് വെച്ച് തന്നെ എഴുതി നോക്കണം. അതുപോലെ തന്നെ ടൈം ബൗണ്ട് പ്രാക്ടീസ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ കുട്ടികൾക്ക് മാർക്ക് കുറയുന്നത് അവർ പഠിക്കാത്തത് കൊണ്ടല്ല, അവർക്ക് കോൺസെപ്റ്റ് അറിയാത്തത് കൊണ്ടല്ല. ബട്ട് വൈ? ദ ടൈം ബൗണ്ട് പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ്. ആ ഒരു ഫിക്സഡ് ടൈമിനുള്ളിൽ അവർക്ക് ഒരു ആൻസർ എഴുതി തീർക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവർക്ക് മാർക്ക് പോകുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ടൈം നമുക്ക് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് എക്സാം ഹാളിൽ കയറിയതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യമല്ല. ശരിക്കും അതിന് മുന്നേ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് പീരിയോഡിക് ടെസ്റ്റുകളും മോഡൽ എക്സാംസും കണ്ടക്ട് ചെയ്യുന്നത്. അതിന് പുറമേ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് കിട്ടുന്ന ടൈമിൽ ടൈം ബൗണ്ടായിട്ട് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ 2 minutes കവർ ചെയ്യും, അല്ലെങ്കിൽ 3 minutes ഞാൻ എഴുതാൻ നോക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഈ 4 പോയിന്റ്സ് നിങ്ങൾ ഓർക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ് അല്ലേ, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു 50 സ്റ്റുഡൻസ് ഉണ്ടാകും. ഈ 50 സ്റ്റുഡൻസിനും ഒരേ ടെക്സ്റ്റ് ബുക്കാണ്, ഒരേ ടീച്ചേഴ്സാണ് അവരെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ 50 കുട്ടികളും 50 രീതിയിലാണല്ലേ സ്കോർ ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്താണ്? അവർ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റമാണല്ലേ. അപ്പോൾ മിസ് പറഞ്ഞതുപോലെ ഈ സ്മാർട്ട് സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് നിങ്ങൾ ഇനി കെമിസ്ട്രിയെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 95% എബവ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. സോ എൻ്റെ മക്കളെല്ലാവരും ഇതുപോലെ പഠിച്ച് ഈ ബോർഡ് എക്സാം വളരെ ഈസിലി ക്രാക്ക് ചെയ്യുക. ഓക്കെ, സ്ട്രെസ് ഇല്ലാതെ വളരെ ഈസിലി പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുക. ഹാപ്പി ലേണിംഗ്.